ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവീസിന്റെ ഓണസദ്യയുടെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തലേദിവസം ഉണ്ടാക്കേണ്ട കറികളിൽ ഇന്ന് നമ്മൾ സ്വീറ്റ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്വീറ്റ് കറിയും കൂടെ ആകുമ്പോൾ നമ്മുടെ അച്ചാറുകളെല്ലാം ഉണ്ടാക്കി കഴിയും. അപ്പൊ നമുക്ക് സ്വീറ്റ് കറി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. സ്വീറ്റ് കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നോ, നമുക്ക് ആദ്യം വേണ്ടത് ഡേറ്റ്സ് ആണ്. 20 ഡേറ്റ്സ് ഞാൻ ഇവിടെ കുരുകളഞ്ഞ് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അടുത്ത് വേണ്ടത് ക്യാരറ്റ്, 1 ക്യാരറ്റ് ഡേറ്റ്സ് പോലെ നീളത്തിൽ കട്ടി കുറഞ്ഞ് അരിയണം. അടുത്ത് വേണ്ടത് കറി ലീവ്സ് ആണ്. അടുത്ത് വേണ്ടത് കുറച്ച് ശർക്കരയാണ്. അത് കഴിഞ്ഞ് കായം വേണം. അടുത്ത് വേണ്ടത് വെളിച്ചെണ്ണ. ഇനി വേണ്ടത് പുളി, ചെറിയ ഒരുള്ള പുളി. ഇനി വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി നമുക്ക് നോക്കേണ്ടത് പൊടികളാണ്. ഉപ്പ്, മുളക് പൊടി, കടുക് വറക്കാൻ ആവശ്യത്തിനുള്ള കടുക്, വറ്റൽമുളക്. ഇത്രയുമാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. നമുക്ക് ഗ്യാസ് ഓണാക്കി പാൻ വെക്കാമേ. അതൊന്ന് ചൂടാകുമ്പം അതിലേക്ക് ഏതാണ്ട് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് 1/2 ടീസ്പൂൺ കടുകിട്ട് അത് പൊട്ടണം. അത് കഴിഞ്ഞ് 2-3 വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇടണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ആ മൂത്ത മണം വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇടാം. അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കണം, ഒരു 2-3 മിനിറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടെ ഇടണം. ഡേറ്റ്സും കൂടെ ഇട്ട് ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് ആ എണ്ണയിൽ അതൊന്ന് ഫ്രൈ ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഉപ്പിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കിനി അടുത്തിടേണ്ടത് പൊടികളാണ്. 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ കായവും. ഇത്രയുമാണ് ഇതിലിടേണ്ടത്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഏതാണ്ട് ഒരു 1/2 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിക്കണം. അത് ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിയും കൂടെ ഒഴിക്കണം. പുളിവെള്ളം വളരെ കുറച്ചൊഴിച്ചാൽ മതി. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ അച്ചാറുകൾ 4 ആയി കഴിഞ്ഞു. ഇത് തലേദിവസമേ ചെയ്ത് വെക്കേണ്ട അച്ചാറുകളാണ്. ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുവാണിത്. ബാക്കി 3 അച്ചാറുകളും കുറച്ച് എരിവാണ്, നേരെ മറിച്ച് ഇത് മധുരവും. അതുകൊണ്ട് നല്ല കോമ്പിനേഷനാണിത്. നമ്മുടെ അച്ചാർ ഏതാണ്ട് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏതാണ്ട് 1 ടീസ്പൂൺ ശർക്കര ഇടണം. ശർക്കരയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കിയിട്ട് 2 മിനിറ്റ് അതൊന്ന് പിന്നെയും തിളക്കിയിട്ട് എന്നിട്ട് നമുക്കിതിന്റെ ഉപ്പ് നോക്കാം. ഉപ്പും എരിവും മധുരവും എല്ലാം ചേർന്നൊരു മിക്സഡ് ടേസ്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ സ്വീറ്റ് അച്ചാർ ആയി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ആ സീരീസിലുള്ള 4 അച്ചാറുകളും ഉണ്ടാക്കി കഴിഞ്ഞു. അച്ചാർ ഉണ്ടാക്കുന്നതിന് ഞാനൊരു കാര്യം പ്രത്യേകിച്ച് പറയണം. നിങ്ങൾ സദ്യക്കായാലും അല്ലാതെ ആയാലും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ദിവസത്തിന് 1 ദിവസം മുന്നേ തന്നെ അച്ചാറുകൾ ഉണ്ടാക്കി വെക്കണം. എന്നാലേ നമുക്ക് ഉപയോഗിക്കുന്ന ദിവസം കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോഴേ ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുവാണേ, ഞാനിപ്പോ കൊടുത്തിരിക്കുന്ന ഈ ഓണസദ്യ സീരീസേ എല്ലാവരും ഒന്നുപോലും വിടാതെ കാണണേ. അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ഈ ഡിഷ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കമൻസും എനിക്ക് ഇടണം. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.